കുറെ നാള് കൂടി നീ വീട്ടിൽ പോന്നതല്ലേ, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി. പുതിയതാ, അന്നയ്ക്ക് ചേരുന്നില്ല. നിന്റെ ചേടത്തിന്റെ മൂക്ക് കൊടുത്തേര്. എനിക്കിപ്പോ പോണമെന്നൊന്നും ഇല്ലായിരുന്നു. അതെന്നാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പനെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണ്ടായോ? എപ്പോഴാ തിരിച്ചു വരണ്ടേന്ന് കൃത്യമായി ഞാൻ മേരി മേളമ്മയെ വിളിച്ച് പറഞ്ഞേപ്പിച്ചോളാം. നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സമ്മതിക്കാത്ത ആളാ ഈ ചേച്ചിക്ക്. ഇതെന്നാ പറ്റി? ഇവിടെ എന്നതാ ചേച്ചി വിശേഷം? ഒരു വിശേഷവും ഇല്ല. നീ എന്നത്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചിലപ്പോ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. നേരെ ഒരുപാടാവുന്നു. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയാതെ നീ വേഗം വരാന്തലോട്ട് ചെല്ല്. ചാക്കോ നിന്നെ അങ്ങ് വീട്ടിലാക്കി തരും ജീപ്പില്. ചേച്ചി പറഞ്ഞു വീട്ടിൽ നിന്ന് പോയേച്ചു വരാൻ. നീ എന്നെ അങ്ങ് അതിശയിപ്പിച്ചു കളഞ്ഞല്ലോ ഡാൻസി. നീ ഇത്ര പെട്ടെന്ന് അതങ്ങ് ഏറ്റെടുത്തുകൊള്ളുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുറെ പാടുപെടേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. ഇതിലെന്നെ ഇത്ര പുതുമ? ഒന്ന് പ്രേമിച്ചു പോയിന്ന് പറഞ്ഞ് അതങ്ങൾ മനുഷ്യരല്ലയോ? അവർക്കും ജീവിക്കണ്ടായോ ഇവിടെ? ജോയിച്ചിന് ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നാലോ അവര് വരാൻ പറഞ്ഞിട്ട്? ആ ചാവടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണ്ടായോ? ദീനാമ്മയെ പറഞ്ഞു വിട്ടേച്ച് അതിന് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ജോയിച്ചിന് തന്നെ ഇരിപ്പ ഇരിക്കുന്നത്. സണ്ണിച്ചാൻ ലവേഴ്സുമായിട്ട് വരാവുന്നേറ്റ നേരമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പിള്ളേർ ഉറങ്ങിയോ ആൻസി? ഒരു വിധത്തിൽ ഉറക്കിന്ന് പറഞ്ഞാ മതി രണ്ടിനെ. ഭാഗ്യം. എനിക്ക് അതായിരുന്നു പേടി. ഇവരെങ്ങാനും നേരത്തെ കയറി വന്നാൽ പിള്ളേരോട് പറയാൻ അന്നേരം തന്നെ ഒരു കള്ളം കണ്ടുപിടിക്കേണ്ടി വന്നേനെ നമുക്ക്. അല്ല, എന്നതാ ജോയിച്ചന്റെ പരിപാടി? വെറുതെ ഇരുന്ന് സമയം കളയാതെ വലുതും കഴിച്ചേച്ച് വന്ന് കിടക്കാൻ നോക്കും. അത് ശരിയാന്നോ നീ ഞാൻ നമ്മളൊരു വാക്ക് കൊടുത്തേം വെച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കാണുന്ന സണ്ണി കാമുകന്മാരായിട്ട് വന്നാലോ? അതവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അതെന്നാ നീ ആലോചിക്കാത്തത്? ഇവനിത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്നല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരിനി വരാനൊന്നും പോകുന്നില്ലെന്ന്. നീ ഇങ്ങനെ തിരക്ക് പിടിക്കാതെ ഡാൻസി. അതിനിപ്പോ ഉറങ്ങണ നേരമൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരുന്നോളാം. നോക്കടേ ആൻസി, കാമുകന്മാര് വരുന്നോന്ന് അറിഞ്ഞോണ്ടായിരിക്കും ചെടികളിലൊക്കെ മിന്നാമിനുങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നു ഇല്ലയോ? ഈ ജോയിച്ചിന്റെ ഒരു കാര്യം, ഈ മിന്നാമിനുങ്ങളൊക്കെ എന്നും രാത്രിയിൽ ഇവിടെ ഉള്ളതാ. ജോയിച്ചും കാണാത്തോണ്ടാ. അതൊന്നും എനിക്കറിയാൻ മേല. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ മിന്നാമിനുങ്ങളെല്ലാം കൂടെ കിടന്ന് മിന്നുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മിന്നാമിനുങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് മിന്നുന്നതേ അവര് കാമുകന്മാരായിട്ടാ. ഈ ജോയിച്ചിന് നാണമില്ലേ? ഇത് തിന്നേ ചോദിച്ചാ? നമ്മുടെ തിന്ന ഇല്ലയോ എന്റെ ആൻസി കൂടവേ. നമുക്ക് കുറച്ചു നേരം കാമുകനും ആവുന്നേ. ഇത് സാംകുട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അത് ആനി. ഹലോ അങ്കിൾ. ഹലോ ആനി. അകത്തേക്ക് വെച്ചോ. ഓ, ആരേലും വരുന്നതിന് മുമ്പ് നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. എന്റെ വൈഫാ ആൻസി. ഹായ്. കേറി വാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട. ഒന്ന് ശ്രദ്ധ വയ്ക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. ചെറുക്കൻ്റെ അപ്പൻ കുളപ്പുറം വക്കനെയും വേറെ 2 കേടികളെയും കൂടെ ഇവരെ തിരക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്നതായാലും നീ ഒന്ന് സൂക്ഷിച്ചു. അയ്യോ, ഇതൊരു ഗുരുതര പ്രശ്നമാണല്ലോടാ. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. നീ എന്നാ ഇത് നേരത്തെ പറയായിരുന്നത്? എനിക്കങ്ങും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ജോയി. എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് മാനേജ് ചെയ്യണം പ്ലീസ്. ഒരു 2 ദിവസത്തേക്ക് ക്ഷമിച്ചാൽ മതി. അതിനിടയ്ക്ക് ഞാൻ ഇവരെ എങ്ങോട്ടേലും കടത്തിക്കൊള്ളാം. ഇതിപ്പം ഈ അവസ്ഥയില് ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? നിന്റെ ഇച്ചാച്ചന്റെ ആ ഇരട്ടക്കുഴൽ തോക്കെന്തി? അതിനകത്ത് ഉണ്ട നിറയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല. ഉണ്ട വേണമെന്നൊന്നുമില്ല. നീ വെറുതെ അതെടുത്തൊന്ന് നീട്ടി കാണിച്ചാ മതി. ഒരുമാതിരി ഏത് കേടിയും ഓടിക്കൊള്ളും. നീ വേഗം അങ്ങ് അകത്തോട്ട് എന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യ്. ഓക്കെ, അപ്പൊ നാളെ കാണാം.
ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ വെറും കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്ര നടത്തുകൂടിയാണ് ഞങ്ങൾ. Am I correct, Annie? Yeah, a pilgrimage to discover God, the Almighty. അപ്പൊ കല്യാണോ? അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. We are waiting for the call of God. അതിനായിട്ട് ഞാൻ എൻ്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വച്ചിരിക്കുക എവറി ടൈം. ചേച്ചി, I was born and brought up in Delhi. പാരൻസ് അവിടെ ആയിരുന്നു. മലയാളം കേട്ടാ ഫുൾ ആയിട്ട് മനസ്സിലാവും, കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ബട്ട് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഫീലിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ സാംകുട്ടി ചേച്ചിക്ക് മനസ്സിലാക്കി തരും. സാംകുട്ടി, പ്ലീസ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ചേച്ചി. ഷുവർ ആനി. ആനിയുടെ വാക്കുകൾ ചേച്ചിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുവാൻ ആനി എന്നോട് ആവശ്യപ്പെടുകയാണ് ചേച്ചി. Our love is very broad and borderless, as broad as the universe, and it's not been reduced to the limits of mere marriage. ഞങ്ങളുടെ പ്രണയം അതിവിശാലവും അതിരുകളില്ലാത്തതുമാണ്. പ്രപഞ്ചത്തെ പോലെ വിസ്തൃതം. അതിനെ കേവലം വിവാഹത്തിന്റെ പരിധികളിലേക്ക് പരിമിതപ്പെടുത്താവുന്നതല്ല. We are only the refugees of love. ഞങ്ങൾ സ്നേഹത്തിന്റെ അഭയാർത്ഥികൾ മാത്രമാണ്. We are nomads, gypsies. ഞങ്ങൾ നാടോടികളാണ്, ജിപ്സികളാണ്. This wandering, this endless journey, it may be a spiritual exploration to the world of absolute love, or an adventurous spiritual voyage. ഈ അലഞ്ഞു തിരിയൽ, അനന്തമായ ഈ യാത്ര കേവല സ്നേഹം തേടിയുള്ള ഒരു ആത്മീയ പരിവേഷണ യാത്രയാണിത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സാഹസ യാത്ര. ഇതൊന്നും പാവം സണ്ണിയുടെ പ്രോസിക്യൂട്ടർ പണിക്ക് പാരയാവരുതേ പിള്ളേരെ. ആ ജോയിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ, നത്തിങ്. 1 minute, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അതെന്റെ ആൻസി, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഒരു തെറ്റിദ്ധാരണയില്ല എനിക്ക്. രണ്ടെണ്ണത്തിനും കുറേശ്ശെ വട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ മനുഷ്യന്മാര് വർത്താനം പറയുന്ന പോലെ പറയാൻ അറിയത്തില്ലയോ ഇതുങ്ങൾക്ക്? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ തെറ്റിദ്ധരിച്ചാന്ന്. നീ അങ്ങ് ക്ഷമിയന്റെ ആൻസി. ഇവർ സാധാരണ മനുഷ്യരൊന്നുമല്ലല്ലോ, കാമുകന്മാരല്ലയോ. കാമുകന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു. എനിക്കറിയാൻ മേലെ ഇതൊന്നും. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവരെ എങ്ങനെയാ കിടത്താൻ പോന്നേ? ഒരു മുറി തന്നെ ആന്നോ? അത് പറ. അയ്യോ, അത് സണ്ണിയോട് ചോദിക്കാനും വിട്ടുപോയല്ലോ കർത്താവേ. നമ്മളിപ്പോ എന്നാ എവിടെ ആൻസി? അവനെ വിളിച്ച് ചോദിച്ചാലോ? അത് വേണ്ട. ഈ രാത്രിക്ക് ഇനി അത് ശരിയാവത്തില്ല. ആ കൊച്ചുറാണി എങ്ങാനും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് അവരെ വേറെ കിടത്താവില്ലയോ? പക്ഷെ ചോദിച്ചാ അതിലുണ്ടല്ലോ ഒരു കുഴപ്പം. അതിപ്പോ എന്നാ ഇത്ര കുഴപ്പം? ഈ ചോദിച്ചേ ഒന്നും അറിയാത്ത പോലെ അവര് രാത്രിക്ക് എണിച്ച് ഒന്നിച്ച് കിടന്നാലോ? ഒരു പൂട്ടുന്നതും ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ എന്നാത്തിനെ ഇത്ര മനപ്രയാസപ്പെടുന്നേ? അവരെ ഒന്നിച്ച് തന്നെ കിടത്താം. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നാളെ അവരുടെ കിടപ്പുകാരൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അത് ശരിയാ. ഇനി അഥവാ അവർക്ക് തമ്മിൽ തുടരണമെന്ന് തോന്നിയാൽ തന്നെ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടക്കട്ടെ, ഇല്ലയോ? പെണ്ണിന് കല്യാണം കഴിക്കാനുള്ള മനസ്സമ്മതം ഇല്ലെന്നല്ലയോ പറഞ്ഞത്? ചിലപ്പം ഇവിടെ വെച്ച് അതങ്ങുണ്ടായാലോ? നമുക്ക് അവരെ ഒന്നിച്ച് തന്നെ അങ്ങ് കിടത്താം. അത് മതി. അത് മതി. Hey, look, Samkuti. It's so beautiful and marvelous. It's a gift of God for us and for eternal love. Come, Samkuti. അയ്യടാ, ഷീറ്റ് വിരിക്കുന്ന കണ്ടില്ലേ? ജോയിച്ചിനെ കൊണ്ട് മാറിക്കേ. ഇങ്ങിതാ. അയ്യോ തമ്പുരാനെ, ഇതിപ്പോ അപകട വായനയല്ലോ. ഇതെന്നാത്തിനെ ഇപ്പൊ കയറ്? ഒരു ശ്രദ്ധയുമില്ല. കാമുകന്മാര് കിടക്കാൻ പോകുന്ന സ്ഥലമാ. അതിന്റെ മുമ്പിൽ കൂടെ നയകെട്ടി വെച്ചാൽ എങ്ങനെയാ? ഈ കാമുകന്മാരെന്ന് പറഞ്ഞാൽ എപ്പോ വേണേലും തൂങ്ങിച്ചാകാൻ പ്രേരണയുള്ളവരാ. ഏത് നേരത്താ ഇതിങ്ങളുടെ മനസ്സിൽ ഓരോ കുരുത്തക്കെട്ട് തോന്നുന്നതെന്ന് ആർക്കറിയാം? ഈ ചോദിച്ചിന് ഇത് എന്നാത്തിന്റെ കേടാ?
പ്രേമിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്നൊന്നും യാതൊരു നിയമവും ഇല്ല ഈ ലോകത്ത്. നിനക്ക് എന്നെ അറിയാം കാമുകന്മാരെ കുറിച്ച്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയാൻ നിൽക്കല്ലേ എൻ്റെ ആൻസി. തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നീ വരുന്നതിനൊക്കെ കുറെ മുമ്പാ ഇവിടെ ഒരു ചെറുക്കനും പെണ്ണും കാമുകന്മാരായിരുന്നു. എന്ന് വെച്ച് ഇവർ ഒന്നിച്ച് നടക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം നമ്മുടെ പടിഞ്ഞാറ് റബ്ബർ മരത്തെ വന്നേ ഇവർ തൂങ്ങിക്കിടക്കുന്നു ആള് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നു. വെട്ടുകാരൻ പാപ്പി വെളുപ്പിന് നെറ്റുവിളക്കം വെച്ച് വെട്ടാൻ പോയി. അന്നേരം അവന്റെ നെറ്റിയിൽ എന്തോന്ന് ഓരോസി. അവൻ നോക്കുമ്പം രണ്ടും കൂടെ തൂങ്ങിക്കിടന്ന് ആടുക. അവൻ അലറിക്കൊണ്ട് ഓടി തൊടിച്ചാടി. 500 രൂപ വില വരുന്ന നെറ്റുവിളക്ക് എവിടെ പോയി എന്തോ ആർക്കറിയാം. പാപ്പി ഒരു മാസം പനിച്ചു കിടന്നു. ഇപ്പോഴും ഇടക്കിടക്ക് അവനെ ഞെട്ടലുണ്ട്. ആ മരവും ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. നേരം വെളുത്ത് 8 മണിയാകുമ്പോഴത്തേനും 3 ചിരട്ട പാല് തരുന്ന മരമായിരുന്നു. വെട്ടിക്കളഞ്ഞില്ലേ. എന്നാ നമുക്ക് കിടന്നാലോ? ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ആരെങ്കിലും കണ്ടാൽ. Come, Samkuti. Thank you, uncle. അയ്യോ അടയ്ക്കണ്ട ചേച്ചി. ആനി പറയുന്നത് കതകും ജനലും ഒക്കെ തുറന്നിട്ട് മിന്നാമിന്നുങ്ങളെ ഇങ്ങ് അകത്തോട് ക്ഷണിക്കാമെന്നാ. അത് നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ട് ജനലും കഥവൊക്കെ അടയ്ക്കുന്നതാ നല്ലത്. ഞങ്ങളെ ദൈവം പരിപാലിക്കും ചേട്ടാ. നിന്റെ അപ്പനെയും ചേട്ടന്മാരെയും കുളപ്പറയും പക്കനെയും ആ ദൈവം തന്നെ പരിപാലിക്കുന്നു. കർത്താവിനെ ഓർത്ത് അങ്ങനൊന്നും പറയല്ലേ ചോദിച്ചേട്ടാ, ഞങ്ങക്ക് സങ്കടമാവും. അല്ല അത് ഞാൻ ഈ വെറുതെ യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലയോ. നേരെ ഒരു പടം നിങ്ങൾ പോയി കിടന്നു. Good night, Chechi. ഗുഡ് നൈറ്റ്. ഇതെന്നെ ചോദിച്ച തോക്കുമായിട്ട്. ആ ഇതിലിപ്പം ഇത്ര ചിരിക്കാൻ എന്നാ ഇരിക്കുന്നു? എൻ്റെ ഇച്ചാച്ചൻ്റെ തോക്കാ. എന്തുമാത്രം പക്ഷികളെയും മൃഗങ്ങളെയും വെടിവെച്ചിട്ട് തോക്കാ ഇത്. ഇതിനിപ്പം കാമുകന്മാരെ കാത്തു രക്ഷിക്കാനുള്ളതാ. നാളെ പിള്ളേരോട് ഇവരാരാന്ന് പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഡൽഹിയിലെ കറിയാച്ചന്റെ കൂട്ടുകാരാ. നാട് കാണാൻ വന്നാന്ന് പറയണം. എങ്കിൽ ആ വിവരം ചെറുക്കനെയും പെണ്ണെയും നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് പറയും, അവർ വേറൊന്ന് പറയും. പിള്ളേരാകെ പ്രശ്നത്തിലാകുകയും ചെയ്യും. നിന്റെ പിള്ളേരല്ലയോ? നിങ്ങൾ എന്നാ പറഞ്ഞത്? എന്റെ പിള്ളേരോ? അന്നേരം നിങ്ങളുടെ പിള്ളേരല്ലേ? ഇപ്പൊ എനിക്ക് മാത്രമായോ ഉത്തരവാദിത്വം? നീ ഒന്ന് പിണങ്ങാതിരിന്റെ ഡാൻസ് കൂടവേ. ഒരക്ഷരപ്പശക് പറ്റിപ്പോയതല്ലയോ. നീ അങ്ങ് ക്ഷമി. നീ എന്നെ നല്ലോണം കെട്ടിപ്പിടിച്ചേ. എന്നാലും എനിക്ക് കാമുകന്മാരുടെ കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ ചുണയുണ്ട്. കിടക്കെന്നെ ചോദിച്ചാ എനിക്ക് ഉറക്കം കൊണ്ടൊന്നും മേല. ഇപ്പം അവരെന്നായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളെപ്പോലെ എപ്പോഴും ഭ്രാന്താണോ എല്ലാവർക്കും? അവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. അല്ലാതെ തന്നെ ഒന്ന് ഉറങ്ങിക്കേ. ലവേഴ്സായ ചിലപ്പോ എങ്ങനെ ആയിരിക്കും?
Bye, Annie. Take care. Dad? How surprising! എപ്പോ വന്നു? മോളുവാ 16 വയസ്സിൽ ഈ മഹാനഗരത്തിലെത്തിയതാ ഞാൻ. No prologue, Daddy. Please. It's boring. ഇതൊക്കെ ഞാൻ ഒരു പാട്ട് തവണ കേട്ടിട്ടുള്ളത്. What can I do for you? അത് പറ. ആനി, ഇറ്റ്സ് നോട്ട് ഗുഡ്. പ്ലീസ് വെയിറ്റ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഡോണ്ട് ബി സോ ഇൻടോളറബിൾ. നിന്റെ ഒരാഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിരുന്നിട്ടില്ല. ഒരു കാര്യത്തിന് നിന്നെ ശാസിച്ചിട്ടുമില്ല. നിന്റെ ഇഷ്ടം പോലെ JNU വിട്ടു പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ തരപ്പെടുത്തി നീ ഇവിടെ തന്നെ കൂടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് കഴിച്ചു കൂട്ടാമെന്ന് ആഗ്രഹിച്ച VRS ഒക്കെ എടുത്ത് ഡൽഹി വാസം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോയത്. പക്ഷേ ഇപ്പൊ നിന്നെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ Daddy, ഞാൻ പ്ലീസ്, ഐ എം ഗെറ്റിംഗ് ഓൾഡ് ആനി. ഐ വിഷ് ടു സ്പെൻഡ് മൈ ആഫ്റ്റർ ഇയേഴ്സ് ഇൻ പീസ്. മോൾ ഞാൻ പറയുന്ന അനുസരിക്കണം. എല്ലാം മറന്ന് മനസ്സൊന്ന് ദൈവത്തിൽ അർപ്പിച്ച ഒരുപക്ഷെ I am the light of the world. Anyone who follows me will never walk in the darkness, but will have the light of life. Hallelujah! Praise the Lord. Now let us bless each other. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. I don't believe in marriage. ഞാൻ മാത്രമല്ല, ഞാൻ സ്റ്റഡി ചെയ്തിരുന്ന JNUവിൽ ഒത്തിരി പേരും മാരേജിൽ ബിലീവ് ചെയ്യുന്നില്ല. But I love you very much, Samkuti. I wish to share my love and life with you because you're a good singer and dancer. Samkutiയുടെ സോങ്ങും ഡാൻസും ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. I'm seeing absolute peace in you. Music and dance. Actually, ഞാൻ ഈ മെഡിറ്റേഷൻ ഒക്കെ പൂനെയിൽ രജനീഷിന്റെ ആശ്രമത്തിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാ. ഡാൻസ് ആൻഡ് സോങ് പബിൽ റെഗുലർ ആയി ചെയ്യുന്നുണ്ട്. I like that very much. Basically, both our ways are same. എല്ലാം മൂന്ന് തന്നെ. കുച്ചു differences. So, Samkuti, I invite you to create an unmarried adventurous family. യു മീൻ ഒരു അവിവാഹിത സാഹസിക കുടുംബം? കല്യാണമൊന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക, അഡ്വഞ്ചറസ് ആയി? Yes. ഐ കാണ്ട് ആനി, ഐ കാണ്ട്. ഇതെന്റെ ആത്മാവിന്റെ പ്രശ്നമാ. കോൾ ഓഫ് മൈ സോൾ. വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച്. Samkuti? ഞാൻ ആനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആനിക്ക് നിശ്ചയമായിട്ടും മാനസാന്തരം ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. Don't worry, Samkuti. ദൈവം എനിക്ക് മാനസാന്തരം വരുത്താനായി ഞാൻ എന്റെ ഹാർട്ട് എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെച്ചോളാം. Praise the Lord. Hallelujah, praise the Lord. Hallelujah, praise the Lord. നമ്മുടെ ക്രിസ്റ്റി ഡൽഹിയിലുള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും വിവരറിഞ്ഞു. സാംകുട്ടിയെ എവിടെയും കൂടെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടവൻ. എവളേതോ കുറഞ്ഞ സഭക്കാരിയാന്നാ കേട്ടത്. കുടുംബവും തീരെ പോരാ, പാരമ്പര്യമാണ് കൊട്ടില്ലതാണ്. എവിടെ അമ്മ വഴിക്ക് ഒരു ജാതി കുറവുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. എന്നതായാലും കരിസ്മാറ്റിക് എന്ന് ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് യവനിത് പറ്റിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. എത്ര പേരാ കടുവാക്കുന്നല്ലേ ചെറുക്കനും ചോദിച്ചു വരുന്നേ. പ്രതാപവും തറവാടിത്തവും ഒക്കെ ഉള്ള വേറെ എത്ര പെൺപിള്ളേരെ കിട്ടിയാനവന്. പക്ഷെ പെണ്ണിനെ കണ്ട ഇതൊന്നും പറയില്ല പോലും. നല്ല മണിക്കുട്ടി പോലെ ഇരിക്കുമെന്നാ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്.
എന്നാ പിന്നെ നീ ഒന്നുകൂടെ കിട്ടിക്കോ. ആണിക്കൊട്ടിയ പോലും പള്ളിമതിലെ കുറിച്ച നല്ല എ ക്ലാസ് കുടുംബമാ കരിമണ്ണൂക്കാര്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഡൽഹിയിൽ കണ്ടവന്മാരുടെ കൂടെ ഓരോ ഹോട്ടലിലും കയറി ചുറ്റി നടക്കണ സിസ്മക്കാരത്തേക്ക് പിടിച്ചു കൊടുക്കാനൊക്കെ കയറ. നാളത്തേക്ക് ഡൽഹിക്കുള്ള 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ. പേടിച്ച പിടിയാലേ അവനെ കെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരാം. പിന്നെ നമ്മുടെ മാത്തച്ഛനുണ്ടല്ലോ അവിടെ, എളിഞ്ഞിരിക്കുമല്ലോ MP ആയിട്ട്. അയാളെ ഒന്ന് കണ്ടേക്കാം. ഹലോ ഹലോ എന്റെ വീട്ടുകാർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ധ്യാനിക്കുമ്പോൾ റുഹാദ കുദിഷ തമ്പുരാൻ എനിക്ക് അറിവ് തന്നായിരുന്നു. ഡൽഹിയിലുള്ളൊരു പിശാചും സഹായത്തിനുണ്ടാവുമെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. ആനി വിഷമിക്കരുത്, നമ്മളൊന്ന് ഒളിച്ചോടാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. Running away? Really? യാ, റണ്ണിങ് അവേ. My lord, surprising. The real adventure begins. Samkudi, where are we going? Where is our final ഐ destination? ഡോണ്ട് നോ. എനിക്ക് അറിയാമേൽ എൻ്റെ ആനി. Anywhere in the world. I don't care. Santosham kundeni kerike anmele. This Annie. is the real happiness. ഇരിക്കാനി. Hallelujah! Praise the Lord! Praise the Lord! അപ്പനും ചേട്ടന്മാരി പറ്റിച്ചോ ഏറെണ്ണം കെട്ടവൻ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. വെറുതെ വിടാൻ പോകണില്ല ഞാനവനെ. നോക്കിക്കോ മോനെ ക്രിസ്റ്റി, വണ്ടിയിലിടാം. നമുക്ക് മാത്തച്ഛനെ വീട് എടുത്തോട്ട് പോവാം. വല്ലതും നടക്കുമെന്ന് ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുട്ടിച്ചാൻ എന്നാത്താന്ന് വിഷമിക്കുന്നേ? നമ്മുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് വെള്ളിനും വീട്ടുകാരുടെയും പേരിൽ ഒരു കംപ്ലൈൻറ്റ് അങ്ങോട്ട് ഫയൽ ചെയ്തത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നമുക്ക് പോലീസിനെ വെച്ചൊരു കളിയും കളിക്കാം. ഒന്നുമല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, എവര് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈന്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെ ആണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുട്ടിച്ചാൻ എന്നതാ അതിലിനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് കിടക്കുന്നേ. ജനസേവനം അല്ലയോ എന്റെ ജീവിത ലക്ഷ്യം. ഇവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോ പെണ്ണും ചെറുക്കനും എന്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റുഹാദ കുദിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേര് തലയും പാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ. അല്ലെങ്കിൽ കൊച്ചിറാണി എഴുന്നേറ്റ് ഇപ്പം നിന്നെത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്. If the spirit of the Lord is in my soul, like David the sinner I will pray. If the spirit of the Lord is in my soul, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. Praise the Lord, ചേട്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദ ലോർഡ് ഫ്രണ്ട്സ്. വലിയ കൂട്ടായാലോ ചേട്ടൻ ചേച്ചിയൊക്കെ ആയിട്ട്. ഇവരൊക്കെ ആരാന്നറിയാവോ? ഓ, അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ? വാ, നീ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതൊക്കെ പപ്പ പറഞ്ഞാലേ അവർ കേൾക്കണ്ട. നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ടേ
ശബ്ദം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ആ കഥ ഒന്ന് ചാറ്റിയേക്ക്. ഡൽഹിയിലെ കറിയാച്ചനങ്ങളുടെ ഫ്രണ്ടായ ചെറിയാനങ്ങളുടെ മോളായി ഈ ആനി ചേച്ചി. ആനി ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ സാങ്കുട്ടിച്ചേട്ടൻ. ചെറിയാനങ്ങൾ സാങ്കുട്ടിച്ചേട്ടന് ഇഷ്ടമൊക്കെയാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ചെറിയ റിസ്ക്കുള്ള കാര്യമാ. എന്നതാണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഒരു പന്തയത്തിൽ ജയിക്കണം. എന്നാലേ ചെറിയാനങ്ങൾ ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. അതിനായിട്ട് ചെറിയാനങ്ങളും ഇവരും ചേർന്ന് ഒളിച്ചേ കണ്ടേന്നൊരു കളി കളിക്കുക. ആ മൈ ഗുഡ് ഗേൾ. കളിയിൽ ജയിച്ച ഇവർ രണ്ടുപേരെയും കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും, ഒരു BMW കാറും മേടിച്ചു കൊടുക്കും. അതാ കരാർ. തോറ്റാലോ കല്യാണവും ഇല്ല, കാറും ഇല്ല. അപ്പം നമുക്ക് ഇവരെ ജയിപ്പിക്കണ്ടായോ? അങ്ങനെ അന്നേ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവർ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയരുത്. നീ ചുമ്മാ പറഞ്ഞാ പോരാ, പപ്പായുടെ തലത്തോട്ട് സത്യം ചെയ്യും.